ഈശോയിൽ സ്നേഹമുള്ളവരെ, പുതുപ്പാടി വിൻസെൻറ്റിൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഏവർക്കും പ്രാർത്ഥനാശംസകൾ. ജൂബിലാത്തെ വചനവിരുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്നേഹമുള്ളവരെ, ഇന്ന് നമുക്ക് ധ്യാനിക്കാനുള്ള വചനഭാഗം രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 8-ാം അധ്യായം 57-58 തിരുവചനങ്ങൾ. സോളമൻ രാജാവിൻ്റെ മനോഹരമായ പ്രാർത്ഥനയാണ്. നമ്മുടെ ദൈവമായ കർത്താവ് നമ്മുടെ പിതാക്കന്മാരോട് കൂടെ എന്നതുപോലെ നമ്മോടുകൂടെയും ഉണ്ടായിരിക്കട്ടെ. നമ്മെ പുറന്തള്ളുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. നാം അവിടുത്തെ മാർഗത്തിലൂടെ ചരിക്കുന്നതിനും അവിടുന്ന് നമ്മുടെ പിതാക്കന്മാർക്ക് നൽകിയ കൽപ്പനകളും ചട്ടങ്ങളും ശാസനകളും പാലിക്കുന്നതിനും അവിടുന്ന് നമ്മുടെ ഹൃദയങ്ങളെ തന്നിലേക്ക് തിരിക്കട്ടെ. സോളമൻ രാജാവിൻ്റെ മനോഹരമായൊരു പ്രാർത്ഥനയാണ്. സോളമൻ രാജാവിൻ്റെ ആഗ്രഹമാണ് ദൈവത്തിന് വേണ്ടി മനോഹരമായൊരു ആലയം പണിയുക. അപ്പോൾ ഈ ദേവാലയത്തിന് വേണ്ടിയുള്ള കരുതലും എല്ലാം ദാവീദ് രാജാവ് തന്നെ തുടങ്ങി വച്ചിരുന്നു. പിന്നീട് സോളമൻ്റെ കാലത്താണ് ഈ ദേവാലയം പണി പൂർത്തിയാകുന്നത്. അപ്പോൾ ഈ മനോഹരമായ ദേവാലയം പണിതിന് ശേഷം, അതിൽ വാഗ്ദാന പേടകം പ്രതിഷ്ഠിച്ചതിന് ശേഷം സോളമൻ രാജാവ് കർത്താവിൻ്റെ സന്നിധിയിൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടിന്മേൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം, പിതാക്കന്മാരെ അനുഗ്രഹിച്ച ദൈവത്തെ എടുത്തു പറയുകയാണ്. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ തങ്ങളുടെ പിതാക്കന്മാർക്ക് ഇത്രയും വിജയവും അനുഗ്രഹങ്ങളും ശക്തിയും സമ്പത്തും എല്ലാം ലഭിച്ചത് ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്നെടുത്ത് പറയുകയാണ്. അപ്പോൾ ആ പിതാക്കന്മാരെ അനുഗ്രഹിച്ച ദൈവം, ഞങ്ങളുടെ മാതാപിതാക്കളെ അനുഗ്രഹിച്ച ദൈവം, ഞങ്ങളുടെ പൂർവികരെ അനുഗ്രഹിച്ച ദൈവം നമ്മോടുകൂടെയും ഞങ്ങളോടുകൂടെയും ഉണ്ടായിരിക്കട്ടെ. അതിനുശേഷം സോളമൻ രാജാവ് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, അങ്ങനെ ഞങ്ങളോടുകൂടെ അങ്ങ് വരുമ്പോൾ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ ഓർക്കുമ്പോൾ, അങ്ങ് നൽകിയ കൽപ്പനകളും അങ്ങയുടെ ശാസനകളും നിയമങ്ങളും പാലിക്കുവാൻ ഞങ്ങളുടെ പിതാക്കന്മാർ താല്പര്യം കാണിച്ചു. താല്പര്യം കാണിക്കാത്ത നിമിഷങ്ങളുമുണ്ട് തകർച്ചയുടെ, എങ്കിലും അവർ അതിന് താല്പര്യം കാണിച്ചതുകൊണ്ട് ദൈവം അവരെ അനുഗ്രഹിച്ചുകൊണ്ട് മുമ്പോട്ട് നയിച്ചു. പല പ്രതിസന്ധികളും ഇടക്കാലത്തൊക്കെ ഉണ്ടായെങ്കിൽ പോലും അപ്പോഴൊക്കെ അവർ അനുദപിച്ച് വീണ്ടും വീണ്ടും ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോയി. അപ്പോൾ അത് സാധിക്കുന്നത് ദൈവത്തിലേക്ക് തിരിയാൻ ഒരു ഹൃദയവും മനസ്സുമുള്ളപ്പോഴാണ്. അങ്ങനെ ഒരു ഹൃദയവും മനസ്സും ഞങ്ങൾക്ക് നൽകണമേ എന്ന് സോളമൻ രാജാവ് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ, ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, സോളമൻ രാജാവ് പിതാക്കന്മാരെ അനുഗ്രഹിച്ച ദൈവത്തെ ഓർക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വിശ്വസ്തത, ദൈവത്തിൻ്റെ സ്ഥിരമായ സ്നേഹം, ദൈവത്തിൻ്റെ കരുതൽ, ദൈവം കൂടെ നിൽക്കുന്നത് എല്ലാം സോളമൻ രാജാവ് അനുസ്മരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേകത അതാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ അനുഗ്രഹവും നിരന്തരമായി തന്നിൽ ആശ്രയിക്കുന്നവർക്കും തന്നിൽ വിശ്വസിക്കുന്നവർക്കും തന്നോട് പ്രാർത്ഥിക്കുന്നവർക്കും ദൈവം നൽകുന്നു. ഇസ്രായേൽക്കാർക്ക് പല വീഴ്ചകൾ സംഭവിച്ചെങ്കിലും അവരുടെ ശക്തിയും ഊർജവും ദൈവത്തിൻ്റെ സാന്നിധ്യം തന്നെയായിരുന്നു. അപ്പോൾ സ്നേഹമുള്ളവരെ, അത് തിരിച്ചറിഞ്ഞും, അപ്പോൾ സോളമൻ രാജാവ് ഇത്രയും ശക്തനായ രാജാവ്, ഒത്തിരി കഴിവുകളുള്ള രാജാവ്, അത് ജനത്തിൻ്റെ മുമ്പിൽ ഏറ്റുപറയുകയാണ്, നമ്മളെ പിതാക്കന്മാരെ അനുഗ്രഹിച്ച ദൈവം, നമ്മളെ പിതാക്കന്മാരെ വഴി നടത്തിയ ദൈവം, നമ്മുടെ പിതാക്കന്മാരെ രക്ഷിച്ച ദൈവം, ആ ദൈവം നമ്മളെയും രക്ഷിക്കണം. അതിനുള്ള പ്രാർത്ഥനയാണ് സോളമൻ രാജാവ് നടത്തുന്നത്. നിയമാവർത്തന പുസ്തകത്തിൽ 31-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കും, ശക്തരും ധീരരുമായിരിക്കുവിൻ, ഭയപ്പെടേണ്ട, അവരെ പ്രതി പരിഭ്രമിക്കുകയും വേണ്ട, എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത്, അവിടുന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുകയോ പരിത്യജിക്കുകയോ ഇല്ല. എത്ര മനോഹരമായിട്ടുള്ള വചനമാണ് നിയമാവർത്തന പുസ്തകത്തിൽ 31-ാം അധ്യായം 6-ാം തിരുവചനത്തിലൂടെ പറയുന്നത്. നിങ്ങളുടെ ദൈവമായ കർത്താവാണ് നിങ്ങളുടെ കൂടെ വരുന്നത്. നിങ്ങളുടെ കൂടെ വരുന്നത്
മറ്റ് ശക്തരായ മനുഷ്യരോ നേതാക്കളോ ഒന്നുമല്ല. നിങ്ങളുടെ കൂടെ വരുന്നത് നിങ്ങളുടെ ശക്തനായ ദൈവമായ കർത്താവാണ് നിങ്ങളുടെ കൂടെ വരുന്നത്. അവിടുന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുകയോ പരിത്യജിക്കുകയില്ല. അപ്പം ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ദൈവം ഒരിക്കലും നിരാശപ്പെടുത്തുകയോ പരിത്യജിക്കുകയോ ഇല്ല എന്ന് വചനം പറയുക. അപ്പോൾ ദൈവം കൂടെ വരുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഭയപ്പെടുന്നത്? ദൈവം കൂടെയുണ്ടെങ്കിൽ ഏത് ശത്രുവിനാണ് വിജയിക്കാൻ സാധിക്കുക? അതാണ് വചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. പക്ഷേ ഇതിന് സോളമൻ രാജാവിൻ്റെ പ്രാർത്ഥനയിലെ രണ്ടാമത്തെ ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നൊരു ഹൃദയം നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടതുണ്ട്. ദൈവത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഒരു ഹൃദയം, അവിടുത്തെ കൽപ്പനകളും അവിടുത്തെ പ്രമാണങ്ങളും അവിടുത്തെ ശാസനകളും ഇഷ്ടപ്പെടുന്ന, അനുസരിക്കുന്ന, അപ്രകാരം ജീവിക്കുന്ന ഒരു ഹൃദയം, ദൈവത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നൊരു ഹൃദയം നമുക്കുണ്ടാകണം. അതാണ് സോളമൻ രാജാവ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നിരന്തരമായിട്ടുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ആ ദൈവത്തോട് ഭക്തി നമുക്കുണ്ടാകണം. ദൈവത്തിൻ്റെ പ്രമാണം അനുസരിച്ച് ജീവിക്കുന്നവരായി നമ്മൾ മാറണം. അപ്പോഴാണ് പിതാക്കന്മാരെ അനുഗ്രഹിച്ച ദൈവം നമ്മളെയും അനുഗ്രഹിക്കുക എന്ന് ഈ സോളമൻ രാജാവ് പ്രാർത്ഥിക്കുകയാണ്, പറഞ്ഞു വയ്ക്കുകയാണ്. ഈശോ യോഹന്നാന്റെ സുവിശേഷം 14:15 ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്: നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കുന്ന? ഒരു വ്യക്തി എല്ലാ ദിവസവും എഴുന്നേറ്റ് യേശുവെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാകുന്നില്ല, അല്ലെങ്കിൽ കുറേ സമയം പ്രാർത്ഥനയിൽ ചെലവിടുന്നതുകൊണ്ട് മാത്രമാകുന്നില്ല. യേശുവിനെ സ്നേഹിക്കുന്നൊരു വ്യക്തി യേശു പറഞ്ഞ കാര്യങ്ങളും യേശുവിൻ്റെ കൽപ്പനകളും അനുസരിക്കാൻ തയ്യാറാകുമ്പോഴാണ് ആ പ്രാർത്ഥന അർത്ഥമുള്ളതായി മാറുന്നത്. അതാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിക്കും. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ അനേകരെ കണ്ടുമുട്ടുന്നുണ്ട്. ഈശോ പറഞ്ഞ കാര്യങ്ങളോ ഈശോയുടെ പ്രമാണങ്ങളോ ഒന്നും അനുസരിക്കുവാൻ വലിയ താല്പര്യമൊന്നുമില്ല. അതേസമയം ഈശോ നൽകുന്ന അനുഗ്രഹങ്ങൾ വേണം, ഈശോയിൽ നിന്ന് സൗഖ്യം വേണം, ഈശോ തരുന്ന ഐശ്വര്യം വേണം, അതൊക്കെ ആഗ്രഹിക്കുന്ന അനേകർ, അല്ലെങ്കിൽ യേശുനാമം അങ്ങനെ വിളിച്ച് പ്രാർത്ഥിച്ചൊക്കെ നടക്കുന്ന അനേകരും നമ്മൾ കണ്ടുമുട്ടുന്നു. പക്ഷേ ഈശോ പറഞ്ഞ ഈ ഒരു കാര്യം അത് തന്നെയാണ് സോളമൻ രാജാവും പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നൊരു ഹൃദയം, ദൈവത്തിൻ്റെ പ്രമാണങ്ങളും ദൈവത്തിൻ്റെ കൽപ്പനകളും ദൈവത്തിൻ്റെ ശാസനകളും അനുസരിക്കുന്ന, അതിന് ദൈവത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നൊരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ എന്നുള്ള പ്രാർത്ഥന. അപ്പോൾ സ്നേഹമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ഒരു സങ്കടമാണ്, ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ ഒത്തിരിയേറെ ദേവാലയത്തിൽ പോകുന്നു, ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷേ എനിക്ക് എൻ്റെ പല പ്രതിസന്ധികളെയും അതിജീവിക്കാൻ സാധിക്കുന്നില്ല, എൻ്റെ രോഗങ്ങൾ സുഖപ്പെടുന്നില്ല, എൻ്റെ സാമ്പത്തിക ബാധ്യതകൾ മാറുന്നില്ല എന്നൊക്കെയുള്ള സങ്കടങ്ങൾ. പക്ഷേ അവിടെ നമ്മൾ ആത്മശോധന ചെയ്യേണ്ട ഒരു വിഷയമാണ്, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ദൈവത്തെ സ്നേഹിക്കുന്നതോടൊപ്പം അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ചുള്ളൊരു ജീവിതം എനിക്കുണ്ടോ, അവിടുത്തെ പ്രമാണങ്ങൾ അനുസരിച്ചുള്ളൊരു ജീവിതം എനിക്കുണ്ടോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യേണ്ടതുണ്ട്. അപ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത്. സ്നേഹമുള്ളവരെ, സങ്കീർത്തനകൻ്റെ പുസ്തകത്തിൽ 119 സങ്കീർത്തനത്തിൽ 37 തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: വ്യർത്ഥതകളിൽ നിന്ന് എൻ്റെ ദൃഷ്ടി തിരിക്കണമേ, അങ്ങയുടെ മാർഗത്തിൽ ചരിക്കുവാൻ എന്നെ ഉജ്ജീവിപ്പിക്കണമേ. അപ്പോൾ സ്നേഹമുള്ളവരെ, സങ്കീർത്തകൻ വളരെ വ്യക്തമായിട്ട് പറയാണ്, വ്യർത്ഥതകളിൽ നിന്ന് എൻ്റെ ദൃഷ്ടി തിരിക്കണമേ, അങ്ങയുടെ മാർഗത്തിൽ ചരിക്കാൻ എന്നെ ഉജ്ജീവിപ്പിക്കണമേ. അതെ, ഈ ലോകത്തിലുള്ള വ്യർത്ഥമായ കാര്യങ്ങളുടെ പുറകെ, ഈ ലോകത്തിൽ ഒത്തിരിയേറെ വ്യർത്ഥമായ സന്തോഷങ്ങളുണ്ട്. ആ സമയത്ത് തൽക്കാലത്തേക്ക് സന്തോഷം തരുന്ന, തൽക്കാലത്തേക്ക് വലിയ സന്തോഷവും ഒക്കെ തരുന്ന ഒത്തിരിയേറെ സന്തോഷ മാർഗങ്ങൾ ഈ ലോകത്തിലുണ്ട്. ലോകത്തിൻ്റെതായ സന്തോഷ മാർഗങ്ങളുണ്ട്, ജഡത്തിൻ്റെതായ സന്തോഷ മാർഗങ്ങളുണ്ട്. പക്ഷേ പിന്നീട് നമുക്കത് ഹൃദയത്തിൽ ഭാരമായി മാറുന്നു, ദുഃഖമായി മാറുന്നു. അപ്പോൾ സങ്കീർത്തകൻ ദൈവത്തോട് പറയുകയാണ്, അങ്ങനെയുള്ള വ്യർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടി എൻ്റെ ജീവിതത്തിൻ്റെ സമയം കളയാതിരിക്കുവാൻ വ്യർത്ഥതകളിൽ നിന്ന് എൻ്റെ ദൃഷ്ടി തിരിക്കണമേ. എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്, അങ്ങയുടെ മാർഗത്തിൽ ചരിക്കാൻ എന്നെ ഉജ്ജീവിപ്പിക്കണമേ. കാരണം വ്യർത്ഥതകളുടെ പുറകെ പോയതുകൊണ്ട് നമ്മളൊന്നും നേടുന്നില്ല, താൽക്കാലികമായ സുഖങ്ങളും നേട്ടങ്ങളും അല്ലാതെ. എന്നാൽ കർത്താവിൻ്റെ പ്രമാണങ്ങളുടെ പുറകെ പോയാൽ വലിയ അനുഗ്രഹത്തിലേക്ക്, അഭിഷേകത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിക്കും. അതാണ് വചനം ഓർമ്മിപ്പിക്കുന്നത്. മിക്ക പ്രവാചകന്റെ പുസ്തകത്തിൽ 6 അധ്യായം 8 തിരുവചനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുകയാണ്: മനുഷ്യ,
നല്ലതെന്തെന്ന് അവിടുന്ന് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക. ഇതല്ലാതെ മറ്റെന്താണ് കർത്താവ് നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? അപ്പോൾ മിക്കായുടെ പുസ്തകത്തിൽ എത്ര മനോഹരമായിട്ടാണ് പറയുന്നത്, നിനക്ക് ദൈവം തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക. ഇതല്ലാതെ മറ്റെന്താണ് കർത്താവ് നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? അപ്പോൾ സ്നേഹമുള്ളവരെ, പ്രമാണങ്ങൾ അനുസരിക്കുവാൻ സാധിക്കുന്ന, നീതി പ്രവർത്തിക്കാൻ സാധിക്കുന്ന, കരുണ കാണിക്കാൻ സാധിക്കുന്ന അങ്ങനൊരു നല്ല ഹൃദയം, ദൈവത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നൊരു ഹൃദയം നമുക്കുള്ളപ്പോഴാണ് ദൈവാനുഗ്രഹത്തിൻ്റെ സമൃദ്ധി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. അപ്പോൾ സോളമൻ രാജാവിൻ്റെ പ്രാർത്ഥനയിൽ പിതാക്കന്മാരുടെ കൂടെ നടന്ന ദൈവം, പിതാക്കന്മാരെ അനുഗ്രഹിച്ച ദൈവം ഞങ്ങളുടെ കൂടെ ഈ കാലഘട്ടത്തിലും കൂടെ വരണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട്, അന്ന് പിതാക്കന്മാരുടെ കൂടെ നടന്ന ദൈവം ഈ കാലഘട്ടത്തിലും ഞങ്ങളുടെ കൂടെ വരണമെങ്കിൽ ഞങ്ങളുടെ ദൃഷ്ടി അവിടുത്തെ പ്രമാണങ്ങളിലേക്കും അവിടുത്തെ ശാസനകളിലേക്കും കൽപ്പനകളിലേക്കും അനുസരിക്കുന്ന, അവയെ സ്നേഹിക്കുന്ന വിധത്തിൽ ഞങ്ങളുടെ ദൃഷ്ടി അങ്ങോട്ടേക്ക് തിരിച്ചു വയ്ക്കണമേ എന്ന് സോളമൻ പ്രാർത്ഥിച്ചതുപോലെ നമ്മളുടെ ജീവിതത്തിലും സംഭവിക്കുമ്പോൾ ദൈവം നമ്മൾ ഒരിക്കലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല. കർത്താവിൻ്റെ വലിയ സാന്നിധ്യവും അനുഗ്രഹവും നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും. അതാണ് ഹെബ്രായ ലേഖനത്തിൽ 13-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്ന, ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതേ സ്നേഹമുള്ളവരെ, ദൈവം ഒരിക്കലും നമ്മൾ അവഗണിക്കുകയോ ഒരിക്കലും ഉപേക്ഷിക്കുകയോ ഇല്ല. നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഒരു ഹൃദയമുണ്ടെങ്കിൽ, ഒരു മനസ്സുണ്ടെങ്കിൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. സോളമൻ രാജാവിൻ്റെ ഈ മനോഹരമായ പ്രാർത്ഥന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും ഒരു അനുഭവമായി മാറാൻ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ പൂർവികരെ അനുഗ്രഹിച്ച ദൈവമുണ്ട്. നമ്മുടെ മാതാപിതാക്കളെയും പൂർവികരെ അനുഗ്രഹിച്ച ദൈവമുണ്ട്. അതുകൊണ്ടാണ് മാതാപിതാക്കളും പൂർവികരും ദൈവത്തോട് ചേർന്ന് നിന്നത്. നമ്മുടെ ജീവിതത്തിൽ ആ അനുഗ്രഹം ലഭിക്കുന്നില്ലെങ്കിൽ ആ ദൈവത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നൊരു ഹൃദയം നൽകണമേ, ദൈവത്തിൻ്റെ പ്രമാണങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നൊരു ഹൃദയം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതേ സ്നേഹമുള്ളവരെ, പിതാക്കന്മാരെ അനുഗ്രഹിച്ച ദൈവമേ, ഞങ്ങളെയും ഈ തലമുറയെയും അനുഗ്രഹിക്കണമേ, ഈ കാലഘട്ടത്തിലുള്ള എല്ലാവരും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടർന്നുള്ള ആരാധനയിൽ കൂടുതൽ സൗഖ്യവും അഭിഷേകവും ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. നേരവും സ്തുതി പാടും ഓസ്തിയിൽ വാഴുന്ന യേശുവേ, എല്ലാ നേരവും സ്തുതി പാടും ഓസ്തിയിൽ വാഴുന്ന യേശുവേ, അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന് ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിനലിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്നു പാടും ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിനലിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്നു പാടും ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മനുഷ്യമക്കളോടൊപ്പം എപ്പോഴും ആയിരിക്കുവാനുള്ള ഈശോയുടെ ആഗ്രഹമാണ് ദിവ്യകാരുണ്യത്തിൽ നമ്മൾ കാണുന്നത്. ദിവ്യകാരുണ്യ ഈശോ നമ്മോടൊപ്പം എപ്പോഴുമുണ്ട്. നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ അടുത്തുണ്ട്. നമ്മെ കാണുന്ന ജീവനുള്ള അപ്പം, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പം, ജീവൻ നൽകുന്ന, ജീവൻ്റെ സമൃദ്ധിയിലേക്ക് നമ്മളെ നയിക്കുന്ന ജീവൻ്റെ അപ്പം. നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ മക്കളെയും നമ്മുടെ വസ്തുവകകളെയും വരുമാന മാർഗങ്ങളെയും ജോലിയെയും എല്ലാം ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. ഈശോ എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവർ, ഇന്ന് നമ്മൾ ധ്യാനിച്ചത് സോളമൻ രാജാവിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ദൈവത്തിന് വേണ്ടി നല്ലൊരു ആലയം പണിയണമെന്ന്. മനോഹരമായൊരു ആലയം, ദേവാലയം നിർമ്മിച്ചതിന് ശേഷം, വാഗ്ദാന പേടകം ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചതിന് ശേഷം നടത്തുന്ന പ്രാർത്ഥനയിൽ അദ്ദേഹം ഇപ്രകാരം സംസാരിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൽ നമ്മളത് കാണുന്നു. നമ്മുടെ ദൈവമായ കർത്താവ് നമ്മുടെ പിതാക്കന്മാരോടുകൂടെ എന്നതുപോലെ നമ്മോടുകൂടെയും ഉണ്ടായിരിക്കട്ടെ. നമ്മെ പുറന്തള്ളുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. നാം അവിടുത്തെ മാർഗത്തിലൂടെ ചരിക്കുന്നതിനും അവിടുന്ന് നമ്മുടെ പിതാക്കന്മാർക്ക് നൽകിയ കൽപ്പനകളും ചട്ടങ്ങളും ശാസനകളും പാലിക്കുന്നതിനും അവിടുന്ന് നമ്മുടെ ഹൃദയങ്ങളെ തന്നിലേക്ക് തിരിക്കട്ടെ. സോളമൻ രാജാവിൻ്റെ പ്രാർത്ഥന മനോഹരമായ പ്രാർത്ഥനയാണ്. പിതാക്കന്മാരോടൊപ്പം ഉണ്ടായിരുന്ന ദൈവം, പിതാക്കന്മാരുടെ ജയങ്ങളിലും സങ്കടങ്ങളിലും തകർച്ചകളിലും പരാജയങ്ങളിലെല്ലാം കൂടെ ഉണ്ടായിരുന്ന ദൈവം, അവരോട് വാഗ്ദാനം ചെയ്തതെല്ലാം അവർക്ക് നൽകിയ ദൈവം, മോശ വഴി ഇസ്രായേൽ ജനത്തിന് കൊടുത്ത എല്ലാ വാഗ്ദാനങ്ങളും നിറവേറ്റിയ ദൈവം, പിതാക്കന്മാരോടൊപ്പം ഉണ്ടായിരുന്ന ദൈവം നമ്മോടൊപ്പവും ഉണ്ടാകട്ടെ. പിതാക്കന്മാരോടൊപ്പം ഈ ദൈവം നിന്നത് അവർ ദൈവം നൽകിയ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ചപ്പോഴാണ് എന്ന് സോളമൻ രാജാവ് ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ പ്രമാണങ്ങളും കൽപ്പനകളും പാലിക്കുന്നതിന് നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിലേക്ക് തിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതേ സ്നേഹമുള്ളവരെ, നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. സോളമൻ രാജാവിനെ പോലെ നമ്മുടെ കുടുംബത്തിലോടും നമ്മുടെ പൂർവികരോടും നമ്മുടെ മാതാപിതാക്കളോടും പൂർവികരോടും ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക്, അവരോടൊപ്പം ദൈവം നടന്നതിന്, അവരെ അനുഗ്രഹിച്ചതിന്, അവർക്ക് നൽകിയ വിജയങ്ങൾക്ക്, അവരുടെ സങ്കടങ്ങളിൽ കൂടെ നിന്നതിന്, അവരുടെ രോഗങ്ങളിൽ കൂടെ നിന്നതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അതോടൊപ്പം ദൈവത്തിൻ്റെ വചനം നമ്മോട് സംസാരിക്കുകയാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു, കൂടെ നിൽക്കുമ്പോഴും ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ പാലിക്കുന്നവരോടൊപ്പമാണ്, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരോടൊപ്പമാണ്. സ്നേഹമുള്ളവർ, ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കുവാൻ തയ്യാറായിട്ടുള്ളവർ വളരെ കുറവാണ്. ഈശോ ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിക്കും. ദൈവകൽപ്പനകളിൽ നിന്ന് അകന്നു പോകുന്ന എല്ലാ വിശ്വാസികളെയും നമ്മുടെ കുടുംബത്തിലുള്ളവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ദൈവാനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതിന് നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തിലേക്ക് തിരിയേണ്ടതുണ്ട്. പ്രമാണങ്ങളനുസരിച്ചൊരു ജീവിതം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. നല്ല കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗാനത്തോട് ചേർന്ന് നമുക്കൊന്ന് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം
യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരം ഞങ്ങൾ. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരം ഞങ്ങൾ. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്നും മഹത്വം. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്നും മഹത്വം. മഹത്വം മഹത്വം യേശുവിന്, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. യേശുവേ, ദൈവകൽപ്പനകൾ, ദൈവപ്രമാണങ്ങൾ പാലിക്കുന്നതിൽ താല്പര്യമുള്ളവരാക്കി ഞങ്ങളെ മാറ്റണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിലേക്ക് തിരിക്കണമേ. സോളമൻ രാജാവ് പ്രാർത്ഥിച്ചതുപോലെ ദൈവത്തിലേക്ക് ഞങ്ങളുടെ മക്കളുടെയും ഹൃദയങ്ങൾ തിരിക്കണമേ കർത്താവേ. വീണാലുടയുന്ന മൺപാത്രങ്ങൾ തകരാതെ കാത്തതും നീയല്ലയോ. വീണാൽ ഉടയുന്ന മൺപാത്രങ്ങൾ തകരാതെ കാത്തതും നീയല്ലയോ. നട്ടതും നനച്ചതുമേറെ പെരുന്നാലും വളർത്തിയതോ നിൻ കരങ്ങളല്ലോ. നട്ടതും നനച്ചതുമേറെ പെരുന്നാലും വളർത്തിയതോ നിൻ കരങ്ങളല്ലോ. മഹത്വം മഹത്വം യേശുവിന്, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. മഹത്വം മഹത്വം യേശുവിന്. ആരാധന 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 ആരാധന. എല്ലാം പ്രാർത്ഥനകളും ഈശോയ്ക്ക് സമർപ്പിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.